അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഈ ഒരു ആംഗിളും 90 ഡിഗ്രിയിൽ ഈ ഒരു ആംഗിൾ നോക്കും. അപ്പോൾ പൈപ്പ് ലെവലായി കിട്ടും. വേറെ നമ്മൾ സൈഡിൽ നൂല് പിടിച്ചാലൊക്കെ അത് ലെവൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പേപ്പറിനുള്ള പോൾ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആണ്. നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 8 mm റോഡ് താഴെ ക്രോസ് ആയിട്ട് ഇട്ടിട്ടാണ് ഏതാണ്ട് ഒരു 2 അടി ആഴമുള്ള കുഴിയിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഈ ബോക്സ് വെച്ചിട്ട് കോൺക്രീറ്റിങ്ങിനുള്ള ബോക്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടിരുന്നു. അത് നല്ലത് തന്നെയാണ്. അത് വളരെ സിമ്പിളാണ്. അതേപോലെ വളരെ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ഉറപ്പുള്ള മണ്ണാണ്. അപ്പോൾ 2 അടി ചതുരം ഉള്ള കുഴി 2 അടി ആഴത്തിൽ എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ 2 അടി കുഴി ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തൂമ്പ് കൊണ്ട് മണ്ണ് കോരാനും അവിടെ മുകളിലിരുന്ന് ചെയ്യാനും കംഫർട്ടബിളായുള്ള 2 അടിയാണ്. ശരിക്കും പറഞ്ഞാൽ 1 അടി ചതുരം മതി. പക്ഷേ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ 2 അടി കുഴി താഴോട്ട് കൊണ്ടുപോയിട്ട് ഏറ്റവും അടിയിലെത്തുമ്പോൾ അത് ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ 1 അടി ചതുരത്തിലെടുത്തു. ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോക്സിൻ്റെ എല്ലാ ബെനിഫിറ്റും ഇതിൽ കിട്ടി. ഈ പൈപ്പ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്കത് ബോക്സ് പോലെ കിട്ടും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ചിലവ് കുറവുണ്ട്. സോ ഇതാണ് പൈപ്പ്. ഇതിൽ നമ്മൾ ക്രോസായിട്ട് 2 ഹോൾ ഇട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. സാധാരണ മാനുഫാക്ചറിങ് 5 മീറ്റർ ഒറ്റ പൈപ്പാണ്. ഇത് കസ്റ്റം മെയ്ഡ് പൈപ്പിൽ അങ്ങനെ ഹോളിട്ട് വരും. ഇത് 8 mm ഹോളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 8 mm സ്റ്റീൽ റോഡ് കുറച്ച് തട്ടി കയറ്റുകയാണ് ചെയ്യുക. ഇത് ലൂസായിട്ട് നിൽക്കില്ല, കാരണം ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. ഈ സ്റ്റീൽ റോഡ് കട്ട് ചെയ്തേക്കുന്ന ഒരു സൈഡിൽ സ്ട്രൈറ്റ് കട്ടും ഒരു സൈഡ് സ്ലാൻഡിങ് കട്ടുമാണ്. അപ്പോൾ ഈ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ തട്ടിക്കയറ്റി ഇങ്ങനെ ക്രോസ് ആക്കി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1 യൂണിറ്റിന് സിമെൻറ്റിന് 4 യൂണിറ്റ് മണൽ, 4 യൂണിറ്റ് മെറ്റൽ. ഇങ്ങനെയാണ്. അപ്പോൾ മണൽ കുറച്ച് കൂടുതലാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ചാക്ക് സിമെൻറ്റ്, നമ്മൾ 50 കിലോയുടെ ഒരു ചാക്ക് സിമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 11-12 കാലുകൾ ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം കുഴിയിൽ വലിപ്പങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കുഴികൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മെഷീൻ കട്ടാണ് ഈ പൈപ്പ്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഈ ഒരു ആംഗിളും 90 ഡിഗ്രിയിൽ ഈ ഒരു ആംഗിൾ നോക്കും. അപ്പോൾ പൈപ്പ് ലെവലായി കിട്ടും. വേറെ നമ്മൾ സൈഡിൽ നൂല് പിടിച്ചാലൊക്കെ അത് ലെവൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് നമുക്ക് ശരിക്കും ഇത് കവർ ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഒരു 10 ഇഞ്ചിൻ്റെ അടുത്ത് കോൺക്രീറ്റ് ചെയ്യണം. ഇഞ്ചിൻ്റെ ഒരു കഷ്ണം. ഇതാണ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ അളവ്. ഇത് ആദ്യം അതിലേക്ക് വെക്കും. ഇത് മൂടാറാവുമ്പോൾ ഇത് ഊരിയെടുക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു ഫണൽ പോലെയുള്ള ഒരു സെക്ഷനാണ്. ഇതിപ്പോൾ കോൺക്രീറ്റ് ഇടാൻ എളുപ്പമുണ്ടാവും. ഏതാണ്ട് 3-3.5 അടിയിൽ ഒരു ഹോൾ ഇട്ടുണ്ടാവും. 8 mm ഹോൾ ഡ്രിൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഹോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ആ ഹോളിൻ്റെ അവിടം വരെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കുത്തുമ്പോൾ നമ്മൾ അതിൽ കൂടെ കോൺക്രീറ്റിൻ്റെ ഇത് പുറത്തേക്ക് വരും. നമുക്കപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും എവിടെ വരെ എത്തി കോൺക്രീറ്റ് എന്നുള്ളത്. ഈ ഹോള് പിന്നീട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞ് മഴക്കാലത്ത് ആ പൈപ്പിനുള്ളിൽ വെള്ളം നിറയുകയാണെങ്കിൽ ഈ ഹോള് വഴി തന്നെ വെള്ളം പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ പൈപ്പിൽ വെള്ളം നിറഞ്ഞ് ഭാരമുള്ള ഒരു സ്ഥിതി വരാതിരിക്കും. അടിഭാഗത്ത് നമ്മൾ 1 അടി ചതുരത്തിലാണ് എടുത്തേക്കുന്നത്. ഏറ്റവും താഴത്തെ ഭാഗം അവിടെ മാത്രം നമ്മൾ കോൺക്രീറ്റ് നിറച്ചാൽ പോരെ. അപ്പോൾ ഇതിന് മുകളിലേക്ക് എന്തിനാണ് ചെയ്യുന്നത്? കോൺക്രീറ്റ് നഷ്ടമല്ലേന്ന് തോന്നും. പക്ഷേ ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫൗണ്ടേഷൻ ചതുരം കൂടുതൽ കിട്ടുവാണെങ്കിൽ അതിനൊരു പിടുത്തം കൂടുതലുണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കാറ്റ് വരുന്ന സമയത്ത് ഈ കാല് പെടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 1 അടി ചതുരത്തിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നമ്മൾ ആ കോൺക്രീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ ഭാഗത്ത് 1 അടി ചതുരത്തിലുള്ള ഒരു കോൺക്രീറ്റ് ബ്ലോക്കും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ വിസ്താരത്തിൽ ഒരു 2 അടിയോളം വിസ്താരത്തിൽ ഒരു ചെറിയൊരു കോൺക്രീറ്റ് ബ്ലോക്കുമായിട്ടാണ് അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ച് നമുക്ക് ബെറ്ററായിട്ട് കിട്ടും.